ഇലക്ഷന് മുമ്പ് സൊഹ്റാൻ മാംദാനി പറഞ്ഞത് ന്യൂയോർക്ക് സിറ്റിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ അറസ്റ്റ് വാറൻ്റുണ്ട്, അത് മാനിക്കപ്പെടും, അത് അനുസരിച്ച് നടപടി എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അധികം താമസിയാതെ ഈ അടുത്ത ദിവസങ്ങളിൽ നെതന്യാഹു വരുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് ഈയിടയ്ക്കും മേയറായിരിക്കെ അദ്ദേഹം വീണ്ടും ഭീഷണിപ്പെടുത്തി. അപ്പോഴത്തേക്ക് പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ളവർ പറഞ്ഞു അതിനുള്ള യാതൊരു അധികാരവും മേയർക്കില്ല. മേയർക്ക് കാര്യം 50,000-ഓളം വരുന്ന ന്യൂയോർക്ക് സിറ്റി പോലീസിൻ്റെ മേധാവിയാണ് മേയറെങ്കിലും ഈ ഇക്കാര്യത്തിൽ അധികാരമില്ല. കാരണം ഈ ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് വരുന്ന ആളുകൾക്കെല്ലാം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എല്ലാം ഉണ്ട്, അവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ട്രംപ് തന്നെ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഒടുവിൽ മാംദാനിയും സമ്മതിച്ചു അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും തനിക്കില്ല ഇക്കാര്യത്തിൽ. കാരണം നെതന്യാഹു ഒരു സാധാരണ പൗരനായിട്ട് വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അതിനുള്ള വകുപ്പുകളുണ്ട്. ന്യൂയോർക്ക് സിറ്റി പോലീസാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. പക്ഷേ ഇതിപ്പം ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള മറ്റൊരു രാജ്യത്തിൻ്റെ തലവനാണ് ഈ വരുന്നത്, അവിടുത്തെ ഭരണത്തലവനാണ് വരുന്നത്. അപ്പോൾ അറസ്റ്റ് ചെയ്യുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവിടെ കൊണ്ട് ആ വിവാദം അവസാനിച്ചു എന്നാണ് നമ്മളൊക്കെ കരുതിയത്. പക്ഷേ നെതന്യാഹു വരുമ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഒട്ടാകെ പ്രതിഷേധ റാലികൾ നടക്കണമെന്ന് മാംദാനി ആഹ്വാനം ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ യഹൂദ സംഘടനകൾ അതിശക്തമായിട്ട് രംഗത്ത് വന്നു. ഈ നിയമവാഴ്ചയും നിയമത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മേയർ പറയുന്നത്, അത് തങ്ങളുടെ എല്ലാം സുരക്ഷയെ ബാധിക്കും, ഈ ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ പോലീസിൽ നിന്ന് തന്നെ പോലീസിൻ്റെ ഈ പട്രോൾമെൻസ് ബെനവളൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ പോലീസുകാരുടെ ഒരു സംഘടനയാണ്. അപ്പോൾ അവരും രംഗത്ത് വന്നു. ഇത്രയും പേര് പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഐക്യരാഷ്ട്രസഭ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ കടുത്ത സെക്യൂരിറ്റിയാണ്, അതെല്ലാം ഈ പോലീസ് തന്നെയാണ് നടത്തേണ്ടത്. അപ്പോൾ അവിടെ ആ സമയത്ത് പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അതെല്ലാം വളരെ നിയന്ത്രിതമായിട്ട് ആണ് പോകുന്നത്. ഇതിപ്പം സിറ്റി ഒട്ടാകെ പ്രൊട്ടസ്റ്റ് വരണമെന്ന് നഗരത്തിൻ്റെ തലവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി എന്താവും? ജനങ്ങളെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ മുസ്ലിങ്ങൾ, ഇവരെല്ലാവരും കൂടെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ക്രമസമാധാനം പാലിക്കുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ പോലീസും ഈ ആഹ്വാനത്തിന് അത്ര അനുകൂലമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു യഹൂദനെയും മറ്റൊരു ഏഷ്യക്കാരനെയും ഒരാൾ മൊറാലസ് എന്നോ മറ്റോ പറഞ്ഞ ഒരു 51 വയസ്സുള്ള ഒരു വ്യക്തി കുത്തി പരിക്കേൽപ്പിച്ചത്. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചായിരുന്നു കുത്തിയത്. അത്ര വലിയ പരിക്കില്ല എന്നാണ് പറയുന്നത്. അവർ രക്ഷപ്പെടുമെന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ സംഭവത്തിന് ശേഷം അയക്കെതിരെ ഈ യഹൂദനെ ആക്രമിച്ചതിന് ഹെയ്റ്റ് ക്ലെയിം ചാർജ് ചെയ്തിട്ടുണ്ട്. ഏഷ്യക്കാരനെ ആക്രമിച്ചതിന് കൊലപാതക ശ്രമം, ആ രീതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഏഷ്യക്കാരെന്ന് പറയുമ്പോൾ മിക്കവാറും ചൈനീസാണ്. ഏഷ്യക്കാർ എപ്പോഴും ചൈനീസ് ആണ് ഉദ്ദേശിക്കാറുള്ളത്. ഇന്ത്യക്കാരും ഏഷ്യൻ എന്ന് പറയാറുണ്ടെങ്കിലും ഏഷ്യക്കാരാണെങ്കിലും നമ്മളെ പറയുന്ന ഇന്ത്യക്കാരൻ തന്നെയാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ സൗത്ത് ഏഷ്യൻ എന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകും. ഇനി എന്തായാലും ആ സംഭവത്തിന് ശേഷം യഹൂദ സംഘടനകളെല്ലാം അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാംദാനിയെ ഏതോ ഒരു US സെനറ്റർ പറഞ്ഞിരിക്കുന്നത് മാംദാനിയെ പൗരത്വം എടുത്ത് കളഞ്ഞ് ഡീപ്പോർട്ട് ചെയ്യുകയും ഗ്വാൻഡനാമോയിലേക്ക് അയക്കുകയും വേണം, അങ്ങനെ തടവറയിലേക്ക് അയക്കുകയും വേണമെന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശക്തമായൊരു പ്രതിഷേധം മാംദാനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നു. അപ്പം മാംദാനി അതിനെതിരെ കാര്യമായൊരു പ്രതികരണം വന്നിട്ടില്ല. അത് വളരെ ലഘൂകരിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എങ്ങനെയായാലും ഇങ്ങനെ ഒരു പതനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലായിരുന്നു. ഈ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ മേയർ ആവുന്നതിന് മുമ്പ് പറയുന്നതിന് തെറ്റില്ല. മേയറായി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ, നടപ്പാക്കാവുന്ന കാര്യങ്ങൾ അത് മാത്രമേ പറയാവുള്ളൂ. പ്രത്യേകിച്ച് ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം യഹൂദരുള്ളത്. അപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അവർക്കെതിരെ ഇസ്രായേലിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും അവർക്കെതിരെയും കൂടിയുള്ളൊരു നീക്കമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അവരുടെയും സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. അത് മേയർ തന്നെ അതിനെതിരെ വന്നു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമായി മാറുന്നു. അപ്പം കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ യഹൂദ വംശജയാണ്. അവർ നേരത്തെ പോലീസ് കമ്മീഷണറായിരുന്നു. മാംദാനി അവരെ നിലനിർത്തുകയാണ് ചെയ്തത്. അവർ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്കിൽ കൂടി ഒരു വിഭാഗം ആളുകളിൽ
അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രസ്താവനകളും മറ്റും. അപ്പം അല്ലാത്ത രീതിയിൽ നല്ലൊരു പേരാണ് മാംദാനി നേടിയിരിക്കുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ. ആർക്കും ഒരു ആക്ഷേപം പറയാനോ ഒന്നുമില്ല. പൊതുവിൽ എല്ലാവരും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മാംദാനിയെപ്പറ്റി പറയുന്നത്. അപ്പോൾ ആ അവസരത്തിലാണ് ഈ ഒരു പ്രചാരണവും പ്രസ്താവനയും എല്ലാമായിട്ട് രംഗത്ത് വന്ന് നടക്കുകയില്ലാത്തൊരു കാര്യത്തെപ്പറ്റി എന്തിനാണ് പറഞ്ഞത്? ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞ് കുത്തിപ്പൊക്കൊണ്ട് വന്നത് എന്തിനാണ്? മറ്റുള്ളവരിങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് എതിർക്കാനായിട്ട്. അപ്പോൾ എന്തായാലും മാംദാനിയുടെ അടുത്ത നടപടികൾ ആണ് ഇനി കാത്തിരിക്കേണ്ടത്. പിന്നെ അദ്ദേഹം ഈ തൽക്കാലത്തെ ഈ വിവാദങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്ത് കിടക്കുമെന്ന് കരുതാം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതോ ഒരു യഹൂദ നേതാവ് പറഞ്ഞതാണ്, ഇവരെല്ലാം ഈ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നല്ലാതെ ഈ ഇസ്രായേൽ പ്രശ്നം ഇതെങ്ങനെ പരിഹരിക്കാവുന്ന ഒരു അഭിപ്രായം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത് നമുക്ക് പരിഹരിക്കണം, ഇത് ലോകാവസാനം വരെ ഇത് തുടർന്നു കൊണ്ട് പോയിക്കൂടാ, ആളുകൾ മരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം, അതിനൊരു അവസാനം വേണം. അതിനൊരു പരിഹാരം ആരും പറയുന്നില്ല. എല്ലാവരും പിന്നെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പാടിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇസ്രായേലിനെ കൂടി ഇപ്പോൾ അംഗീകരിക്കണമെന്ന് സൗദി അറേബ്യയോട് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ട്രംപിൻ്റെ ഈ നടപടികൾ, ഈ യുദ്ധവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇസ്രായേൽ എന്നൊരു കൊച്ചു രാജ്യം എവിടെയെങ്കിലും കടന്നു പോകട്ടെ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മറ്റ് രാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഒരു പ്രശ്നം കെട്ടടങ്ങുമെങ്കിൽ മനുഷ്യരാശിക്ക് എത്രയോ വലിയ സമാധാനമായിരിക്കും അത്. ഈ യുദ്ധത്തിൻ്റെയും ഒക്കെയുള്ള ഈ കാർമേഘത്തിനിടയിൽ കാർമേഘമൊക്കെ നീങ്ങുമ്പോൾ അങ്ങനെ ഒരു പ്രഭാതം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആശിക്കാം. അങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല, പക്ഷേ അങ്ങനെ ഒന്ന് ആശിക്കാമെന്ന് മാത്രം.